നമസ്കാരം. വടക്കൻ കേരളത്തിന് തെയ്യത്തിൻ്റെ തീയും ചുവപ്പുമാണ്. മധ്യ കേരളത്തിന് പൂരത്തിൻ്റെയും ക്ഷേത്രകലകളുടെയും താളമാണ്. തെക്കൻ കേരളത്തിന് പടയണിയുടെയും കാളകളിയുടെയും പാരമ്പര്യമാണ്. ഇന്നത്തെ 5 മിനിറ്റ് PSC മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള നാടോടി പാരമ്പര്യ കലാരൂപങ്ങളെക്കുറിച്ചാണ്. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ക്ലാസിക്കൽ പദവി ലഭിച്ച കേരളത്തിലെ കലാരൂപങ്ങൾ രണ്ടെണ്ണമാണ്. ഏതൊക്കെയാണ്? ഒന്ന് കഥകളി, വേറൊന്ന് മോഹിനിയാട്ടം. അല്ലെ? ക്ലാസിക്കൽ പദവി ലഭിച്ച കേരളത്തിലെ കലാരൂപങ്ങൾ രണ്ടെണ്ണമാണ്. ഏതൊക്കെയാണ്? കഥകളിയും മോഹിനിയാട്ടവും. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതല്ലാതെ കേരളത്തിലെ ഓരോ ജില്ലകളുമായി ബന്ധപ്പെട്ട് നാടോടി പാരമ്പര്യ കലാരൂപങ്ങളുണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലും പ്രസിദ്ധമായിട്ടുള്ള അത്തരത്തിലുള്ള കലാരൂപങ്ങൾ ഏതൊക്കെയെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ കലാരൂപത്തിലോട്ട് വരാം. യക്ഷഗാനം. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, കർണാടകത്തിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് യക്ഷഗാനം. അല്ലെ? യക്ഷഗാനം എന്ന് പറയുന്ന കലാരൂപത്തിന് പേര് കേട്ട സംസ്ഥാനമാണ് കർണാടകം എന്നറിയാം. അതേസമയം കേരളത്തിലെ യക്ഷഗാനത്തിന് പ്രചാരമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ യക്ഷഗാനത്തിന് പ്രചാരമുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് കാസർഗോഡ് ജില്ലയാണ്. അതുപോലെ തന്നെ തെയ്യം എന്ന് പറയുന്ന കലാരൂപം. തെയ്യം എന്ന കലാരൂപത്തിന് ഏറ്റവും പ്രസിദ്ധി നേടിയ ജില്ല ഏതാണ്? തെയ്യം എന്ന കലാരൂപം ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല, അത് കണ്ണൂരാണ്. അല്ലെ? തെയ്യം എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായിട്ടുള്ള ജില്ലയാണ് കണ്ണൂർ. തീർച്ചയായിട്ടും കാസർഗോഡ് ഭാഗത്തുമൊക്കെ എന്തുണ്ട്? തെയ്യം എന്ന് പറയുന്ന കലാരൂപമുണ്ട്. പക്ഷെ തെയ്യം എന്ന കലാരൂപത്തിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അതിനകത്ത് സംശയമില്ല, അതേതാണ്? അത് കണ്ണൂരാണ്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. കുഞ്ഞിരാമ പെരുവണ്ണാൻ ഏത് കലാരംഗത്ത് പ്രസിദ്ധനാണ് എന്ന് ചോദിക്കും. കുഞ്ഞിരാമ പെരുവണ്ണാൻ ഏത് കലാരംഗത്ത് പ്രസിദ്ധനായിട്ടുള്ള കലാകാരനാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ്. എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2023 PK കാളൻ പുരസ്കാരം ലഭിച്ചത് കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. 2023 PK കാളൻ പുരസ്കാരം. PK കാളൻ പുരസ്കാരം എന്ന് പറയുന്നത് എന്തിനുള്ള പുരസ്കാരമാണ്? നാടോടി കലാരംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. നാടോടി കലാരംഗവുമായി ബന്ധപ്പെട്ട് അതിനകത്തുള്ള സമഗ്ര സംഭാവനകൾക്ക് ആര് നൽകുന്ന പുരസ്കാരം? കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. അങ്ങനെ 2023 PK കാളൻ പുരസ്കാരം 2025 പ്രഖ്യാപിച്ചത്. അത് നേടിയതാരാണ്? കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. പറഞ്ഞു വരുന്നത്, തെയ്യം എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് അത് കണ്ണൂരാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപം നിങ്ങൾ കേട്ട് കാണും, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ്. ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപം ഇതൊരു ആദിവാസി കലാരൂപമാണ്. ഏത്? ഗദ്ദിക ഒരു ആദിവാസി കലാരൂപമാണ്. പ്രധാനമായിട്ടും കുറിച്യ, പണിയ തുടങ്ങിയ ആദിവാസി വിഭാഗക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ഗദ്ദിക. അപ്പോൾ ഗദ്ദിക എന്ന് പറയുന്ന ആദിവാസി കലാരൂപത്തിന് പ്രസിദ്ധമായിട്ടുള്ള ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് വയനാട് ജില്ലയാണ്. അല്ലെ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ലയും ഏത് തന്നെയാണ്? വയനാടാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കുതിരകളി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായിട്ടുള്ള ജില്ല. കുതിരകളി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായിട്ടുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ്. ഏത് ജില്ല? മലപ്പുറം ജില്ല. അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ഒരു കലാരൂപമാണ് കുതിരകളി എന്ന് ഓർക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കുതിരകളിക്ക് പ്രസിദ്ധമായിട്ടുള്ളത് ഏത് ജില്ലയാണ് എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് പൊറോട്ട് നാടകം. പൊറോട്ട് നാടകത്തിന് ആക്ഷേപഹാസ്യമാണ്, നാടക രൂപത്തിലുള്ള ഒരു കലാരൂപമാണ്. പൊറോട്ട് നാടകത്തിന് പ്രസിദ്ധമായിട്ടുള്ള ജില്ല അല്ലെങ്കിൽ പൊറോട്ട് നാടകം എന്ന് പറയുന്ന കലാരൂപം കൂടുതലും കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്.
പൊറാട്ട് നാടകം പാലക്കാട് ജില്ല. അതുപോലെ മീനാക്ഷി കല്യാണം ഒരു തരത്തിലുള്ള കലാരൂപമാണ്. മീനാക്ഷി കല്യാണത്തിന് പ്രസിദ്ധമായിട്ടുള്ള ജില്ല ഏതാണ് എന്ന് ചോദിച്ചാലും പാലക്കാടാണ്. അപ്പൊ പൊറാട്ട് നാടകമായാലും മീനാക്ഷി കല്യാണമായാലും അതിന് പ്രസിദ്ധമായിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കണ്യാർകളി. കണ്യാർകളി ഒരു കലാരൂപമാണ്, പ്രാദേശികമായിട്ടുള്ള ഒരു കലാരൂപമാണ് കണ്യാർകളി. വേറെ രീതിയിലും പറയാറുണ്ട് ദേശത്ത് കളി. കണ്യാർകളി അല്ലെങ്കിൽ ദേശത്ത് കളി. ഇതിന് പ്രസിദ്ധമായിട്ടുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അതും പാലക്കാട് ജില്ലയാണ്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ പ്രചാരത്തിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. തോൽപ്പാവക്കൂത്തിനും പ്രസിദ്ധമായിട്ടുള്ള ജില്ലയാണ് ഏത്? പാലക്കാട്. അപ്പൊ പാലക്കാടിന്റെ കാര്യം പറഞ്ഞപ്പോ പൊറാട്ട് നാടകം, മീനാക്ഷി കല്യാണം, കണ്യാർകളി അല്ലെങ്കിൽ ദേശത്ത് കളി എന്നിവയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ലയാണ് ഏത്? പാലക്കാട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് കുമ്മാട്ടിക്കളിക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ല ഏതാണ്? കുമ്മാട്ടിക്കളി. കുമ്മാട്ടിക്കളിക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ല ഏതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തൃശ്ശൂർ ഉത്തരം പറയാം, അല്ലാതെ വേണമെങ്കിൽ പാലക്കാട് ഉത്തരം പറയാം. എന്നാലും കുമ്മാട്ടിക്കളിക്ക് ഏറെ പ്രസിദ്ധമായിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരും പാലക്കാടും കുമ്മാട്ടിക്കളിക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ലകളാണ്. പക്ഷെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. അപ്പോൾ കുമ്മാട്ടിക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ ഏതൊക്കെ എന്ന് പഠിച്ചു വയ്ക്കണം. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് കുമ്മാട്ടിക്കളിക്ക് പ്രചാരം ഉള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് പുലിക്കളി. ഇത് നിങ്ങൾ തെറ്റിക്കത്തില്ല, ഓണവുമായി ബന്ധപ്പെട്ടാണ്. പുലിക്കളിക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ല നിങ്ങൾക്കറിയാം, അത് ഏത് ജില്ലയാണ്? അത് തൃശ്ശൂർ ജില്ലയാണ് അല്ലെ. പുലിക്കളിക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ല തൃശ്ശൂർ ജില്ലയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര. ഓണവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായിട്ടുള്ള അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് പേര് കേട്ട സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയാണ്. അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് പേര് കേട്ട പ്രദേശം ഏതാണ്? എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയാണെന്ന് ഓർത്തു വയ്ക്കണം. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ചവിട്ട് നാടകം. നിങ്ങൾക്കറിയാം പോർച്ചുഗീസുകാരിൽ നിന്ന് കേരളത്തിലോട്ട് വന്ന പോർച്ചുഗീസുകാരിൽ നിന്ന് കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം എന്നറിയാം. ചവിട്ട് നാടകം കേരളത്തിൽ അതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് കൊച്ചിയാണ്, എറണാകുളമാണ് എന്നറിയാം. പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട പ്രദേശം, ആദ്യത്തെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് കൊച്ചിയായിരുന്നു. അപ്പോൾ ചവിട്ട് നാടകത്തിന്റെ ജന്മദേശമാണ് കൊച്ചി. ചവിട്ട് നാടകം ഏറെ പ്രചാരത്തിലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? എറണാകുളം ജില്ലയാണ് അല്ലെ. യക്ഷഗാനവും ചവിട്ട് നാടകവും തമ്മിൽ മാറിപ്പോകരുത്. യക്ഷഗാനം കാസർഗോഡാണ്. ചവിട്ട് നാടകത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ജില്ല അല്ലെങ്കിൽ ചവിട്ട് നാടകത്തിന്റെ തുടക്കം ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മാന്നാൻ കൂത്ത്. മാന്നാൻ എന്ന് പറയുന്നത് ഒരു ആദിവാസി വിഭാഗമാണ്, ഒരു ഗോത്ര വിഭാഗമാണ്. ഇടുക്കി ജില്ലയിലുള്ള ഒരു ഗോത്ര വിഭാഗമാണ് മാന്നാൻ വിഭാഗം. അവരുടെ ഇടയിലുള്ള ഒരു ഈ പറഞ്ഞ കലാരൂപമാണ് മാന്നാൻ കൂത്ത്, അല്ലെങ്കിൽ അതിനെ മാന്നാൻ കളി എന്ന് പറയും. അപ്പൊ മാന്നാൻ കൂത്ത് എന്ന് പറയുന്ന കലാരൂപം അതിന് പേര് കേട്ട ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ഇടുക്കി ജില്ലയാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അർജുന നൃത്തം. അർജുന നൃത്തത്തിന് പേര് കേട്ട ജില്ല, ഒരു ജില്ലയുടെ പേര് പറയാനായിട്ട് പറ്റത്തില്ല. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് അർജുന നൃത്തം. കോട്ടയം അതുപോലെ തന്നെ ആലപ്പുഴ കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് അർജുന നൃത്തം. കോട്ടയത്തിന്റെ കാര്യം പറയുമ്പോൾ മാർഗം കളി എന്ന് നിങ്ങൾ കേട്ട് കാണും. മാർഗം കളിക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ലയാണ് കോട്ടയം അർജുന നൃത്തത്തിന് പ്രചാരമുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ രണ്ട് ജില്ലകളുടെ പേര് പറയണം. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് അർജുന നൃത്തം. അതേസമയം പാക്കനാർ കളിക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ല പാക്കനാർ കളി. പാക്കനാർ കളി പ്രധാനമായിട്ടും ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ കണ്ടുവരുന്ന ഒരു കലാരൂപമാണ്. എങ്കിലും പാക്കനാർ കളിക്ക് ഏറെ പ്രസിദ്ധമായിട്ടുള്ള ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒരു ജില്ലയുടെ പേര് പറയാനായിട്ട് നിർബന്ധിച്ചാൽ നിങ്ങൾക്ക് ആലപ്പുഴ എന്ന് പറയാം. അപ്പോൾ പാക്കനാർ കളിക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ആലപ്പുഴ, കൊല്ലം ജില്ലകളാണ് പാക്കനാർ കളിക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ല എന്നുള്ളത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട്
വേലകളി. വേലകളി എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഒരു അനുഷ്ഠാന പാരമ്പര്യ കലാരൂപമാണ്. വേലകളിക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞൊരു കലാരൂപമാണ് വേലകളി. അപ്പൊ വേലകളിക്ക് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് പടയണിക്ക് പ്രസിദ്ധമായ ജില്ല, അല്ലെ? പടയണിക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് ഏത് ജില്ലയാണ്? പത്തനംതിട്ട ജില്ലയാണ്. പടയണിക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ലയാണ് പത്തനംതിട്ട. പടയണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വാദ്യ ഉപകരണം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് തപ്പ്. തപ്പെന്ന് പറയുന്ന വാദ്യ ഉപകരണം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. തപ്പെന്ന് പറയുന്ന വാദ്യോപകരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പടയണി എന്ന് പറയുന്ന കലാരൂപം ഏത് ജില്ലയിലുള്ളതാണ്? അത് പത്തനംതിട്ട ജില്ലയിലുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വില്ലുപാട്ട് അല്ലെങ്കിൽ വില്ലടിച്ചാൻ പാട്ട്. ശരിക്കും ഇതൊരു തമിഴ്നാട്ടിലെ കലാരൂപമാണ്. നമ്മുടെ കഥാപ്രസംഗമുണ്ട്, നാടോടി കഥാപ്രസംഗ കലാരൂപമാണ്. അത് കേരളത്തിലെ ഏത് ജില്ലയിൽ പ്രസിദ്ധം എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ വളരെ പ്രചാരത്തിലുള്ള നാടോടി കഥാപ്രസംഗ രൂപമാണ് വില്ലുപാട്ട് അല്ലെങ്കിൽ വില്ലടിച്ചാൻ പാട്ട്. എന്തായാലും പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അത് നമ്മുടെ ഏത് സിലബസ് ഭാഗത്ത് നിന്നാണ്? കലാ സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന സിലബസ് ഭാഗത്ത് നിന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിനകത്ത് വയ്ക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗുണപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനലിനെ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കണം. അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.